നമ്മുടെ നിതിനച്ഛൻ്റെ ബാച്ചിൽപ്പെട്ട ഒരു കൊച്ച വൈദികനാണ്. പുഞ്ഞാറ്റിലെ ആ പ്രത്യേക സമയത്തെ സംഭവത്തിൽ വണ്ടി ഇടിക്കപ്പെട്ട് ആശുപത്രിയിലായിരുന്നു. സംഭവം വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഇതിനൊക്കെ പ്രതികളായവരുടെ ഒന്നും പേരുകൾ പറയാൻ തയ്യാറല്ല, ഭയമാണ്. 53 പേരോളവും കടന്നു വന്നത് എപ്പോഴാണ്? ദേവാലയത്തിനുള്ളിൽ ആരാധന നടക്കും. ആലോചിച്ച് നോക്കി, ഇവിടെ ആരാധന നടക്കുമ്പോഴാണ് താഴെ മൈതാനത്ത് ബൈക്ക് റേസിങ് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ശബ്ദത്തോടു കൂടി. ഈ കൊച്ചച്ഛൻ നമ്മുടെ നിതിനച്ഛൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കണ്ടാൽ മതി. അദ്ദേഹം ഇറങ്ങിച്ചെന്ന് പാടില്ല, പൊക്കോളാൻ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ വളരെ മോശമായ രീതിയിൽ ചീത്ത പറയുകയും അത് അങ്ങ് ചെന്നപ്പോൾ മറ്റൊരാളിനെയും കൂട്ടി 2 വാതിൽ ഗേറ്റുകൾ അടയ്ക്കാൻ ചെന്നപ്പോൾ പുറകെ പോയി ബൈക്ക് ഉപയോഗിച്ച് ഒന്ന് ആദ്യം പിന്നെ കാർ ഉപയോഗിച്ച് ഇടിച്ച് താഴെയിട്ടു. ഇതാണ് നടന്ന സംഭവം. ഇതിൻ്റെ പ്രതികരണങ്ങൾ കാണുമ്പോൾ വാസ്തവത്തിൽ എനിക്ക് അല്പം സന്തോഷമുണ്ട്. കാരണം നസ്രാണിക്ക് ബോധമുണ്ടാകാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് കാര്യങ്ങൾ കാണാൻ തുടങ്ങി. സഭയ്ക്ക് എപ്പോഴും ശത്രുവായിരിക്കുന്നത് പിശാചാണ്. പൈശാചിക ശക്തി, അതായത് സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ, അതാരാ? അമ്മയാണ്. അമ്മയുടെ പ്രതീകമാ സഭയാണ്. ആ സഭ മരുഭൂമിയിലാണ്. ഇപ്പം ആ അമ്മയെ വിഴുങ്ങാൻ വേണ്ടി വ്യാഘ്രം പിളർന്ന് പുറകെ നടക്കുക. അവസാനം വ്യാഘ്രത്തിൻ്റെ വായിൽ നിന്ന് 12-ാം അധ്യായം വെളിപാടിൻ്റെ പുസ്തകം, വായിൽ ഒരു നരി പുറപ്പെട്ട് എന്ന് ഈ അമ്മയെ ഇങ്ങനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചപ്പോൾ ഭൂമി പിളർന്ന് ആ വെള്ളം വിഴുങ്ങി. ഇതാണ് ആ ഭാഗത്ത് കാണുന്നത്. ഈ പ്രതിഭാസം നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വിശ്വാസികൾ തിരിച്ചറിയാൻ തുടങ്ങിയിട്ട്. തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെല്ലാം കാര്യങ്ങളെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ സമൂഹത്തെ തകർക്കാൻ ഒരു വിഭാഗത്തിന് അതിശക്തമായ അസൂയ, മറ്റൊരു വിഭാഗത്തിന് അതിഭയങ്കരമായ ശത്രുത. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കും? നന്മയല്ലാതെ ഒന്നും ചെയ്യാത്ത ഒരു സമൂഹം. നന്മ മാത്രം, എല്ലാ മനുഷ്യരെയും വിദ്യാഭ്യാസം കൊടുത്തും മാതൃശുശ്രൂഷ നടത്തിയും ഉപകാരങ്ങൾ ചെയ്തും ഒരു മുഖഭാവ നോട്ടമില്ലാതെ ആര് വന്നാലും സഹായിച്ചു പോകുന്ന സമൂഹത്തിന് എന്താ ഇത്ര വലിയ ശക്തമായ എതിർപ്പ്? അതിൻ്റെ കാരണം ബിബ്ലിക്കലാണ്. കാരണം അത് പൈശാചികതയാണ്. അപ്പോൾ പിശാചിനോട് എന്നാ പറയാനുണ്ട്? എടാ പിശാചേ, നീ പരാജയപ്പെട്ടവനാ, വിജയശ്രീലാവതനായ ഈശോ മിശിഹായ നീ എന്നാ കാണിച്ചാലും നീ വിജയിക്കില്ല. ഈശോ മാത്രമേ വിജയിക്കുകയുള്ളൂ. അതുകൊണ്ടല്ലേ ഈ കാണുന്ന എല്ലാ തലങ്ങളിലുമുള്ള അറ്റാക്കുകൾ നടന്നിട്ടും സഭ നല്ല ഉണർവോടുകൂടി പോകുന്നത് കണ്ടില്ലേ? ആദ്യമേ ചെയ്യുന്നത് എന്താണ്? ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വൈദികരാണ് അതിൻ്റെ ശക്തി എന്ന് തിരിച്ചറിഞ്ഞ പൈശാചിക ശക്തിയിൽ ആ വൈദികർക്ക് സമൂഹത്തിലുള്ള സ്ഥാനം ഇടിച്ച് താഴ്ത്താൻ വേണ്ടിയിട്ട് നടത്തിയ കുപ്രചരണങ്ങൾ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ കണ്ടു. എവിടെയും സഭയെ പ്രതിക്കൂട്ടിലാക്കാൻ വേണ്ടി ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ഒരു പ്രൊഫസറിൻ്റെ കൈവിട്ട് ആ കേസ് വന്നപ്പോൾ അതെങ്ങ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് കത്തോലിക്ക സഭയാണ് ഉത്തരവാദിത്ത. സഭ എന്നാ ചെയ്ത്? സഭ അതിനകത്ത് വീണ്ടും ഈ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള കോംപ്രമൈസിങ്ങിലേക്ക് മാത്രമേ ഉള്ളൂ. അവിടെ തൊട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കേ. എന്നിട്ട് വൈദികൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു വൈദികൻ, ഇത്രമാത്രം 10,000 വൈദികരുള്ള ഒരു സമൂഹം തെളിഞ്ഞു നിൽക്കുന്നതായിട്ട് എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ അച്ഛന്മാരെ അറിയത്തില്ലേ? ഞാൻ വന്നതിന് ശേഷം എത്രയോ കൊച്ചന്മാർ കടന്നുപോയി. ദൈവത്തിന് ഇത് നന്ദി പറയണ്ട. ഇത്രയും നല്ല കൊച്ചന്മാർ തന്ന മാതാപിതാക്കളെ ഓർത്ത് നന്ദി പറയും. അതെന്തുകൊണ്ടാണ്? ദൈവകൃപ കൊണ്ട്, കർത്താവിൻ്റെ സഭയുടെ പരിശുദ്ധി കൊണ്ട് ഉണ്ടായതാണ്. അങ്ങനെ വന്നിരിക്കുന്ന ആ വൈദിക സാന്നിധ്യം എന്ന് പറയുന്ന ഈ ജനത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ഈ ജനത്തെ ചിതറിക്കണമെങ്കിൽ ഈ വൈദികരെ ഇടിച്ച് താഴ്ത്തണം എന്ന വളരെ ബുദ്ധിപൂർവമായ പ്രത്യയശാസ്ത്രം ഉൾക്കൊള്ളുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഏത് മനുഷ്യവർഗത്തിലാണ് എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകളുള്ള വ്യക്തികളില്ലാത്തത്? എല്ലാ സമൂഹത്തിലും ഇല്ലേ? പോലീസുകാരിലില്ലേ? എന്തുമാത്രം പോലീസുകാർ ആത്മഹത്യ ചെയ്ത് 10-29 പേര് ചെയ്യണ ആത്മഹത്യ. ഡോക്ടർമാരില്ലേ? എന്തുമാത്രം ഡോക്ടർമാർ ആത്മഹത്യ, 11 പേര് ചെയ്യണ ആത്മഹത്യയാണ്. ഏത് വിഭാഗത്തിലെടുത്താലും അവൻ ജനിച്ചു വളർന്ന സാഹചര്യത്തിന് സമ്മർദ്ദം ഇവൻ്റെ സ്വഭാവത്തെ സ്വാധീനിക്കും. നിങ്ങളുടെ കുടുംബങ്ങളിൽ വന്നല്ലേ അച്ഛന്മാരും. അത് ചില ആളുകൾ ഏതെങ്കിലും തരത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പർവ്വതീകരിച്ചുകൊണ്ട് കത്തോലിക്ക വൈദികൾ ഇങ്ങനെയാണ് എന്ന് എപ്പോഴും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില മാധ്യമങ്ങൾക്ക്, ആ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് വിധേയരായി അത് കണ്ടും കേട്ടും പോകുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് അറിയാതെ വൈദിക വിദ്വേഷം കടന്നു വന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ. അതിനിപ്പോൾ മാറ്റം വന്നു ഞാൻ പറഞ്ഞു വരും.
അതിനിപ്പോൾ മാറ്റം വന്നു. തല്ലുകൊണ്ടാലേ പാഠം പഠിക്കുള്ളൂ. നമ്മുടെ ചെറുപ്പക്കാരിലൊക്കെ മാറ്റം വന്നു. കാരണം എന്നാൽ എന്തുമാത്രം വലിയ പ്രതിഷേധങ്ങൾ ചങ്ങനാശ്ശേരിയിലും പൂഞ്ഞാറ്റിലും പാലായിലും ഒക്കെ നടന്ന മുഴുവൻ ചെറുപ്പക്കാരാണ്. അവർക്ക് മനസ്സിലാകാൻ തുടങ്ങി ഇത് ഞങ്ങളുടെ സമൂഹത്തെ തകർക്കാനുള്ള പദ്ധതിയാണ് ഇവരുടെ കയ്യിലിരിക്കുന്നതെന്ന് മനസ്സിലാകാൻ തുടങ്ങി. അതുപോലെ മറ്റ് കലാ ആവിഷ്കാര രംഗങ്ങളിലൂടെ നടന്നുകൊണ്ടിരുന്നത് എന്താണ്? സന്യാസിനികളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ട് അവർക്ക് തന്നെ അറിയാം സഭയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് സന്യാസമാണ്. ആരംഭം തൊട്ട് തന്നെ പക്കോമേസ് പുണ്യാളുടെ കാലം തൊട്ട് തന്നെ സഭയുടെ സൈനിക ശക്തി എന്ന് പറയുന്നത് സന്യാസമാണ്. അതിനെ തകർക്കണം. അതിനെ തകർക്കാൻ വേണ്ടി എന്തെല്ലാം പരിപാടികളെ കലാരംഗത്തൂടെ ഉണ്ടായിക്കൊണ്ട് വന്നിരിക്കുന്നത്. കക്കുകളി കേട്ടില്ലേ ഒരു സിനിമ? അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ പുതിയ ഈ വിഭാഗങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സിനിമയിലും ആ കലകളിലും ഒക്കെ ദുഷ്ട ക്യാരക്ടറുകൾ, അതാരായാലും ശരി, അങ്ങനെയുള്ളവരെ എന്തെങ്കിൽ വേശ്യയായിട്ട് പ്രവർത്തിക്കുന്നവർ, അല്ലെങ്കിൽ വളരെ മോശമായി പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്, അല്ലെങ്കിൽ അഴിമതിക്കാരനായ ഒരു ധനാഢ്യന്, ഇതൊക്കെ അവരുടെ പേരെടുത്ത് നോക്കുകയും മുഴുവൻ ക്രിസ്തീയ നാമങ്ങളാണ്. എന്താ അതിൻ്റെ ഉദ്ദേശം? ഈ സിനിമ കണ്ട് ഇറങ്ങുന്നവർ വിചാരിക്കും ഈ ഒരു വർക്കം ക്രൈസ്തവർ എന്ന് പറയുന്നത് മോശമാണ് എന്നെ ചിന്തിക്കാം. സത്യത്തിൽ എന്താണ്? ഇത്രയും നോബിളായിട്ടുള്ളൊരു സമൂഹം, ഇത്രയും നന്മ ചെയ്യുന്നൊരു സമൂഹം, ഇത്രയും ഡീസൻ്റ് ആയിട്ടുള്ള സമൂഹം നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ എത്ര മനുഷ്യരെ ഇങ്ങോട്ട് വന്നിരിക്കും ഓരോ ദിവസവും. പകൽ രാവിലെ തൊട്ട് വൈകുന്നേരം അവിടെ ഇരിപ്പുണ്ട്. ഈ വരുന്നവരെല്ലാം കത്തോലിക്കരൊന്നുമല്ല. സഹായാഭ്യർത്ഥനായിട്ട് വരുന്നവർ, പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നവർ, കൗൺസിലിനായിട്ട് വരുന്നവർ. ഇത്രയും നന്മ ചെയ്യുന്ന സമൂഹത്തെ തകർക്കേണ്ടത് പിശാചിൻ്റെ ആവശ്യമാണ്, പൈശാചിക ശക്തിയുടെ ആവശ്യമാണ്. അപ്പോൾ എന്ത് പറ്റി? നമുക്ക് നിഷ്കളങ്കമായി നമ്മൾ ജോലി ചെയ്തിഞ്ഞ് പോരുക. നിഷ്കളങ്കമായി കഴിഞ്ഞ 8-10 വർഷമായിട്ട് ചെയ്യുന്ന നന്മ ചെയ്തിഞ്ഞ് പോരുന്നു. കമ്മിറ്റഡായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, കമ്മിറ്റഡായിട്ട് തൊഴിൽ സ്ഥാനങ്ങളിൽ, കമ്മിറ്റഡായിട്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ, കമ്മിറ്റായിട്ട് ഭക്തകൃത്യങ്ങളൊക്കെ ഇങ്ങനെ പോരുക. ഈ ശത്രുവിൻ്റെ അതിശങ്കരമായ കടന്നുവരവിനെ തിരിച്ചറിയാൻ മാത്രം നമുക്ക് എന്തുപറ്റി? വിവേകമില്ലാണ്ട് പോയി. കർത്താവ് പറഞ്ഞായിരുന്നു, നീ പ്രാവുകളെക്കുറിച്ച് നിഷ്കളങ്കരായിരിക്കണം, എന്നാൽ പാമ്പുകളെക്കുറിച്ച് വിവേകമുള്ളവരായിരിക്കണം. ആ വിവേകം ഇന്ന് സഭയിൽ ജനിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാണുന്നത് ഞങ്ങളെപ്പോലെയുള്ളവർ, ദശാബ്ദങ്ങളുടെ അനുഭവമുള്ളവർക്ക് സന്തോഷകരമായൊരു കാര്യമാണ്. ഉണരാൻ തുടങ്ങി. ആ ഉണർവിലേക്ക് നമ്മൾ കടന്നു വന്ന് ആത്മധൈര്യം പ്രാപിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിള്ളേരെല്ലാം ഇട്ടേച്ച് പോകാൻ അവിടെ അങ്ങനെ ഇങ്ങനെ വീട്ടിലൊന്നും ആരും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് കാവ്യനീതിയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തനമാണ്. അവരായും പോയതുകൊണ്ട് ഒരു കുറ്റവുമില്ല. അവർ പൊക്കോട്ടെ. അവർ പോകുന്നിടത്ത് അവർ മുളയ്ക്കുകയും വളരുകയും ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവർ പോകുന്നതെന്ന് പറഞ്ഞാൽ ആരും നിലവിളിക്കേണ്ട. ഇവിടെ നിലനിൽക്കുന്നവർ ആത്മശക്തി സംഭരിക്കാൻ കഴിയണം. നമ്മുടെ എണ്ണത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല നമ്മുടെ ശക്തി നിലനിൽക്കുന്നത്, ആത്മാവിൻ്റെ കരുത്ത് കൊണ്ടാണ്. സഭയോട് ചേർന്ന് നിന്നതുകൊണ്ട് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ, കൂട്ടായ്മയിൽ ഒരുമയോടെ വർക്ക് ചെയ്യാനായിട്ട് ഇവിടെയുള്ള ആളുകൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ ആ ജീവൻ തുടിക്കുന്ന ആ ആത്മീയ പ്രഭ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് കരുത്താവും, നമ്മുടെ ഹൃദയത്തിന് സന്തോഷമാവും. അതാണ് നമ്മൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് പിള്ളേരെല്ലാം പോയെന്ന് പറഞ്ഞാൽ ആരും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ പൊക്കോട്ടെ. ഇവിടെയുള്ളവർ ഒരുമയോടുകൂടി പറഞ്ഞു. കഴിഞ്ഞ ഘട്ടങ്ങളിൽ ചിലപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എവിടെയെങ്കിലും യൂട്യൂബ് കാരണം നമ്മുടെ ആൾ തന്നെ അത്ര മെത്രാനെ ചീത്ത പറയും, അല്ലെ വൈദികരെ ചീത്ത പറയും. ഇത് വളരെ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പെരുന്നാൾ നല്ല ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ച് എവിടെന്നെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ അറ്റാക്ക് ഉണ്ടാകും. അവർ ഒന്നും ഉണ്ടായില്ല. മനുഷ്യന് കുറേ ബോധം വന്നിട്ടുണ്ട്. വ്യത്യസ്തമായി ഞങ്ങൾ ഒന്നിച്ച് വരേണ്ടതാണ്. ഒന്നിച്ച് വന്നില്ല എങ്കിൽ ഞങ്ങളെ തകർത്ത് തരിപ്പണമാക്കും എന്ന് ഒരു കൂസലുമില്ലാതെ 53 പേര് ദൈവാരാധന നടക്കുന്ന ഒരു ദേവാലയത്തിലേക്ക് ഇതുപോലെ തൻ്റെ അടുത്ത് കടന്നു എന്ന് ഈ ബഹളം ഉണ്ടാക്കുന്ന ഒരു ടെസ്റ്റ് കേസാണ്. ഒരിടത്ത് അത് വിജയിച്ചാൽ, ചോദ്യം ചെയ്യാതിരുന്നാൽ പിന്നീട് വരുന്നത് കൊടമാളൂർ പള്ളിയുടെ മുമ്പിലായിരിക്കും. അതുകൊണ്ടാണ് അതികഠിനമായി ശക്തമായി പ്രതികരിക്കാനായിട്ട് തൻ്റെ ഇടമുണ്ടായത്. അത് സത്യമായിട്ടും ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപയിൽ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഉണർന്നു വരാൻ ഈ പ്രചരണങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ ചെറുപ്പക്കാർ കുറെയെങ്കിലും മനസ്സിൽ വൈരിക വിദ്വേഷം കൂടിയിട്ടുണ്ട്. ദേവാലയത്തിൽ അകൽച്ചയുണ്ടായിട്ടുണ്ട്. വിശുദ്ധ ബലിയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. അതൊക്കെ തിരിച്ചു വരാനുള്ള ആരംഭമാണ് ഇതൊക്കെ. തമ്പുരാൻ്റെ പദ്ധതിയായിട്ടൊക്കെ മകനെ വിളിച്ച് പറയണം, മോനെ നീ വിചാരിക്കുന്ന പോലെയല്ലേ ഈ ലോകം. ഈ സഭ എന്ന് പറയുന്ന തമ്പുരാൻ്റെ പദ്ധതി ഇവിടെ ഉണ്ടായിട്ട് 2000 വർഷമായി. ഇത് ഇന്ത്യയിലെ പ്രതിനിധികളിലൂടെ കടന്നു പോകുന്നതാ. അത് ഇന്നും തെളിഞ്ഞു നിൽക്കുന്ന കണ്ടില്ലേ? ഓരൊറ്റ നേതൃത്വത്തിന് മുമ്പിൽ 140 കോടി ജനങ്ങൾ ഒരുപോലെ ഈ ലോകത്ത് നിൽക്കുന്ന വേറെ ഏത് സംവിധാനമാണുള്ളേ?
അതിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുണ്ട് എന്ന് നീ വിശ്വസിക്കുന്നുവെങ്കിൽ അതിനോട് ചേർന്ന് നിന്നാൽ നിന്റെ ഭാവി ഭംഗിയായിട്ട് പോകും. ഇത് പഠിപ്പിക്കണം നമ്മുടെ ആൾക്കാരെ പോകുന്നിടത്തൊക്കെ. അതുകൊണ്ട് അതിനനുസൃതമായിട്ട് നൽകപ്പെടുന്ന സുന്ദരമായ വചനഭാഗങ്ങൾ. ആദ്യത്തേത് ഞാൻ പറഞ്ഞുവല്ലോ, ഇപ്പം ഘട്ടങ്ങളിലൊക്കെ ഭയങ്കര ചൂടിൻ്റെ ആഘാതം കണ്ടമാനമുണ്ട്. അച്ഛനെന്താ കുർബാന മുഴുവൻ ചെല്ലാത്തെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ചൂടിൻ്റെ ആഘാതം ചിലപ്പോൾ മുഴുവൻ സമയം നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഞാൻ രാവിലെ ഒറ്റത്തിനോട് ചൊല്ലിക്കോ, ഞാൻ പ്രസംഗം പറഞ്ഞോളാമെന്ന് പറഞ്ഞു. ഈ വെളിയിൽ പങ്കെടുക്കുന്ന 1-2 പേരൊന്നുമല്ല, ആയിരങ്ങളാണ്. അങ്ങ് വിദൂരതകളെ മറ്റല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പ്രസംഗം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പിന്നെ ഇടയ്ക്ക് നല്ല പാട്ട് കുർബാന കേൾക്കുന്നത് നല്ലതല്ലേ. വിചാരിച്ചിൻ്റെ സാധാരണഗതികൾ ഉണക്ക കുർബാനയ്ക്കായാൽ കുറേ കൂടി നല്ല ഭംഗിയായിട്ട് പാട്ടൊക്കെ പാടി ആഘോഷമായിട്ട് ഭംഗിയായിട്ട് പങ്കെടുക്കുന്നത് നല്ല കാര്യം. അങ്ങനെ 2 കാരണങ്ങളിലാണ് ഞാനങ്ങ് മാറി നിൽക്കാൻ ഇടയായത്. അപ്പം അതുകൊണ്ട് ഈ ഇന്നത്തെ പരിതോവസ്ഥയെക്കുറിച്ചുള്ള അവബോധം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ മക്കളോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. സഭയെ യുക്തിവാദത്തിൻ്റെ പേരിലോ നിരീക്ഷണത്തിൻ്റെ പേരിലോ ഇതുപോലുള്ള പൈശാചിക ശക്തികളുടെ പേരിലോ ഒക്കെ തള്ളിപ്പറയെ അകറ്റി നിൽക്കുകയും ചെയ്യുന്ന മക്കളാണ് വീട്ടിലുള്ളതെങ്കിൽ പിടിച്ചിരുത്തി പറഞ്ഞു കൊടുക്കണം, മോനെ നീ എതിർത്തിരുന്നത്, നീ എതിർക്കുന്നത് കർത്താവിൻ്റെ സഭയോടാണ്. അത് ഒരിക്കലും വിജയിക്കുകയില്ല. അതുകൊണ്ട് ഈശോ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഈ വിജയിച്ചത് എൻ്റെ മക്കളാണ് നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പിശാചേ നീ പരാജയപ്പെട്ടവനാണ്, നീ ഒരിക്കലും വിജയിക്കുകയില്ല. നീ എന്ത് പണി കൊണ്ട് വന്നാലും ശരി, കർത്താവ് അത് തകർത്ത് കളയും. ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് മനോഹരമായ വചനഭാഗങ്ങളിലേക്ക് കിടക്കുമ്പോൾ ആദ്യത്തെ എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആ ജനത്തിന് ദൈവം നിർദ്ദേശം കൊടുത്തത്, നിങ്ങൾ പാവങ്ങളെയും ദരിദ്രരെയും പരിഗണിക്കണം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ വർഷത്തിൽ 7 വർഷത്തിൽ ഒരിക്കൽ 1 വർഷം മുഴുവൻ നിങ്ങളുടെ ഭൂമി അത് കംപ്ലീറ്റ് തരിശായിട്ടിടണം, കൃഷി ചെയ്യാതിടണം. ആ വർഷത്തിൽ അവിടെ വരുന്ന ഫലങ്ങളൊക്കെ പാവങ്ങൾക്ക് എടുക്കണം, ദരിദ്രർക്ക് എടുക്കണം. രണ്ടാമത്തെ സംഗതി, നിങ്ങൾക്ക് 7 വർഷത്തിലൊരിക്കൽ ആരെങ്കിലും നിങ്ങളുടെ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം ഇളച്ചു കൊടുക്കണം. അത് വളരെ ഗൗരവം. എന്തൊരു മനോഹരമായ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ നമ്മളെ ആരെയും പരിശീലിപ്പിക്കേണ്ട കാര്യമില്ല, ഇത് കർത്താവ് പരിശീലിപ്പിക്കും. അതുകൊണ്ട് നീ നന്മ ചെയ്യണം, നീ പാവങ്ങളോട് നന്മ ചെയ്യണം. നീ ഒരു പാവപ്പെട്ടവൻ്റെ പുതപ്പ് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ തിരിച്ചു കൊടുക്കണം. അവന് അത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ കാലാവസ്ഥ വെച്ചേ പറയുന്നത്, നമ്മുടേതല്ല. നമുക്ക് ഒരു പുതപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പുതപ്പില്ലാതെയാണല്ലോ ഇപ്പം കിടക്കുന്നത്. എല്ലാം ഭയങ്കര ചൂടല്ലേ. മറ്റതങ്ങനെയല്ല, എക്സ്ട്രീം ക്ലൈമറ്റാണ്, പുതപ്പില്ലെങ്കിൽ ചത്തുപോകും. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് പുതപ്പ് കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് സന്ധിക്കുമ്പോൾ കൊടുത്തിരിക്കണം. അതുകൊണ്ട് കരുണ എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിനെ ആകത്തുകയായിരിക്കണമെന്ന് പറയാൻ കാരണം, നീ അടിമത്വത്തിലായിരുന്നു ഈജിപ്തിൽ, അവിടെ നിന്ന് നിന്നെ കൊണ്ടുവന്നത് ഞാനാണ്. അപ്പൊ നീ വന്ന വഴി മറന്നു പോകാൻ പാടില്ല. എൻ്റെ കരുണയാണ് നിന്നെ വളർത്തിയതെങ്കിൽ നീ അതുപോലെ തന്നെ കരുണ കാണിക്കാൻ കടപ്പെട്ടവനാണ്. അതാണ് രണ്ടാമത്തെ വായനയിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് പരിചയമുള്ള ആ മനോഹരമായ സംഭവം. തോബിത്ത് എന്ന് പറയുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭാഗം ഒന്ന് എടുത്ത് വായിച്ചു നോക്കണം. എന്താ ഈ തോബിത്ത്? തോബിത്ത് എന്ന് പറയുന്ന നല്ല മനുഷ്യൻ. ആ കാലഘട്ടങ്ങളിൽ ഈ നെബൂഖദ്നേസർ ചക്രവർത്തിയുടെ കാലഘട്ടങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഒരുപാട് കൊലപാതകങ്ങൾ നടത്തും. അപ്പോൾ എന്ത് ചെയ്യും, ശവം അവിടെ ഇവിടെയൊക്കെ കിടക്കും. ഈ മനുഷ്യൻ എന്ത് ചെയ്യും, ആരും കാണാതെ പാതിരായ്ക്ക് പോയി ആ ശവം എടുത്തുകൊണ്ട് ആദരവോടുകൂടി സംസ്കരിക്കും. പോലീസ് അറിഞ്ഞാൽ പിടിയും, അറസ്റ്റ് ചെയ്യും. കാരണമൊന്നും വേണ്ട. ഇന്നലെ പോലീസ് അറിയാത്ത പണി കണ്ടില്ലേ, അവർ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആരുടെ പേര് പറയാൻ അവർ സന്നദ്ധരല്ല. അതേസമയത്ത് ഇതിനോട് പ്രതിഷേധിക്കാൻ വന്നവരെ 5 പേരെ ജാമ്യമില്ല വകുപ്പ് വെച്ച് അറസ്റ്റ് ചെയ്യും. എൻ്റെ പോലീസേ, ഇത് ഞങ്ങൾ കാണുന്നുണ്ട്, ഇത് ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത്? സത്യത്തിലേക്കോ അതോ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന പ്രീണനത്തിലേക്കോ? എങ്ങോട്ടാണ് ചാഞ്ഞിരിക്കുന്നത്? എവിടെയാ സത്യം നിൽക്കുന്നത്? വളരെ കാര്യമായ നിലത്തെ പാലായിലെ മേലധികാരി ഭംഗിയായിട്ട് പറയുന്നത് കേട്ടു. നല്ല ഭംഗിയായിട്ട് പോലീസുകാരെല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്, ഞങ്ങൾക്ക് പരാതിയൊന്നുമില്ല. ഒക്കെ അത് നല്ല കാര്യം, കാരണം അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. പക്ഷേ ഈ ഉള്ളറകളിലേക്ക് ചെല്ലുമ്പോഴാണ് ഇവരെ സ്വാധീനിക്കുന്നത് എന്താണ്, ആരാണ്? പണമാണ് സ്വാധീനിക്കുന്നത്, ഒരു സംശയവുമില്ല. പണമാണ് സ്വാധീനിക്കുന്നത്. ഈ വൈദികരെ മുഴുവൻ ഇത്ര മോശമാക്കി ചിത്രീകരിക്കാനുള്ള കരുത്ത് ഇവിടുന്നുണ്ടായതാ. ആരാ വഞ്ചിയ സ്ക്വയറിലെ വൈദികർക്കെതിരായിട്ട് അല്ലെങ്കിൽ മെത്താനെതിരായിട്ട് ആളെ സംഘടിപ്പിച്ചത് ആരാണ്? ഇത് ഞങ്ങൾക്കൊക്കെ നന്നായിട്ടറിയാം. എൻ്റെ ഇപ്പം പ്രതികരിക്കുന്ന, നേരത്തെ പ്രതികരിക്കുന്നില്ലായിരുന്നല്ലോ. അങ്ങ് ദൂരെ, അങ്ങ് മലബാർ ഭാഗത്ത് ഒരുത്തൻ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ടാക്കി വെച്ച പുൽക്കോടിൻ്റെ എല്ലാം എടുത്ത് തല്ലിപ്പൊട്ടിച്ച് നശിപ്പിച്ചിട്ട് അങ്ങോട്ടൊന്നും ചെയ്തില്ലല്ലോ. അവിടെ ഒരുവൻ ബൈബിൾ കത്തിച്ചിട്ട് ഒന്നും ചെയ്തില്ലല്ലോ. അവനൊക്കെ മിടുക്കന്മാരായിട്ട് നടക്കുന്നുണ്ടല്ലോ. ചെയ്യാൻ ഭയമാണ്.
സത്യത്തിന് വേണ്ടി നിൽക്കാൻ ഭയമാണ്. കാരണം എന്ത് നടക്കും അടുത്തെന്ന് അറിയാൻ പാടില്ല. ഇതിന്റെ തല കാണുകയിലെ കഴുത്തേൽ ചിന്തയാമെന്ന് ഭവിച്ചിരിക്കുന്നത്. ധീരമായി ഈ സഭയുടെ മക്കളായിരിക്കുന്ന പോലീസുകാരെങ്കിലും മനസ്സിലാക്കിയിരിക്കണം, സത്യത്തിന് സാക്ഷ്യം വഹിക്കാനും അത് അന്വേഷിക്കാനും നിങ്ങളെ വിട്ടിരിക്കണം. അല്ല ആരോടെങ്കിലും ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് ഉപകാരം ചെയ്തിട്ട് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാരമ്പര്യം എന്ന് പറയുന്നത് ജീവകാരുണ്യമാണ്. അപ്പോൾ ഈ തോബിത്ത് എന്ന് പറയുന്ന ആൾ ഒരു ദിവസം ഭക്ഷണം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പം ആരോ പറഞ്ഞു ഇന്നിടത്തൊരു ശവം കിടപ്പുണ്ടെന്ന് പറയും. അങ്ങനെ ഭക്ഷണം അവിടെ വെച്ചിട്ട് പോയി ഓടിച്ചെന്ന് രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട ശവം ആദരപൂർവ്വം മറവുകയും അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ മൃതശരീരത്തെ സ്പർശിച്ചതല്ല, വീട്ടിനകത്ത് പുറത്ത് കിടന്നുറങ്ങിയപ്പോൾ എന്ന് സംഭവിച്ചു. ഇങ്ങനെ മുകളിൽ നിന്ന് ഏതൊരു പക്ഷിയുടെ എൻ്റെ ജീവജാലങ്ങളുടെ കാഷ്ടം എൻ്റെ കണ്ണിൽ വീണത് കണ്ണ് പൊട്ടിപ്പോയി, അന്ധമായിപ്പോയി. ഇതാണ് തോബിത്തിൻ്റെ കഥ. അങ്ങനെ അദ്ദേഹം വരുമാനം മുഴുവൻ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം നോക്കി, പണ്ട് മേരിയായുള്ള ഒരാൾക്ക് പണം കടം കൊടുത്തിരുന്നു. അത് മകൻ തോബിയാസിനോട് പറഞ്ഞു, നീ അവിടെ ചെന്ന് അത് മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അയ്യോ വഴിയറിയാൻ പാടില്ല. അപ്പം താഴോട്ട് ഇറങ്ങി നിൽക്കുക, അതിന് വേണ്ടി അവിടെ അറിയാവുന്ന ഒരാളിനെ കണ്ടുപിടിക്കാൻ പറഞ്ഞു. താഴോട്ട് ഇറങ്ങിയപ്പം കൃത്യമായിട്ട് ഒരാൾ വന്നു. അത് റഫായേൽ മാലാഖയായിരുന്നു. എന്ന് പറഞ്ഞാൽ വേഷപ്രച്ഛന്നനായി വന്നു. ഇവനെ കൊണ്ട് പോയി കൃത്യ സ്ഥലത്ത് ചെന്നു, പണം വാങ്ങി. പക്ഷെ ആ കൂടെ ഇദ്ദേഹത്തിന് സഹോദരനായ ഒരു സുഹൃത്തായ റഘുവേൽ എന്ന് പറയുന്ന ആളിൻ്റെ മകള് സാറ എന്ന് പറഞ്ഞ പെണ്ണ്, അവൾ കല്യാണം കഴിച്ച അന്ന് രാത്രി തന്നെ ഭർത്താവ് മരിച്ചു പോകും. ഇതെന്ത് കൂടോത്ര മന്ത്രമാണെന്ന് എനിക്കറിയാൻ പാടില്ല, അതിൻ്റെ മനഃശാസ്ത്രമനുസരിച്ച് ചെയ്തിട്ടില്ല. അങ്ങനെ 6 കല്യാണം നടന്നു, 6 ഭർത്താക്കന്മാരും മരിച്ചുപോയി. അപ്പോൾ ഇതെന്തായിരിക്കും ഈ പ്രശ്നം? ഈ പെണ്ണിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്തു. ഈ പറയുന്ന റഫായേൽ എന്ന് പറയുന്ന സഹോദരന് അങ്ങനെ ഇവനോട് പറഞ്ഞു, തോബിയാസിനോ നീ കല്യാണം കഴിച്ചോളാൻ പറയും. അവൻ പോയി കല്യാണം കഴിച്ചു. അവൻ കല്യാണം കഴിച്ച് മണിയറയിലേക്ക് ഇവർ പോയപ്പോൾ പെണ്ണിൻ്റെ അപ്പൻ കുഴി കുത്താൻ പോയി. കാരണം ഇവനും ചത്തുപോകും എന്നുള്ള ചിന്തയിലാണ്. കുഴി കുത്താൻ പോയിട്ട് കുഴി കുത്തിക്കഴിഞ്ഞ് വന്ന് നോക്കി ആ പിള്ളേർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഒന്നും സംഭവിച്ചില്ല. ആണെന്നും ദൈവത്തിൻ്റെ മാലാഖ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെയൊക്കെ തമ്പുരാൻ്റെ മാലാഖയുണ്ട്. നന്മ ചെയ്യുമ്പോൾ അത് പുറത്തു വരും. അത് കഴിഞ്ഞ് അവിടുന്ന് തിരിച്ചു വന്നപ്പോൾ ഇവന് 1 ദ്രാക്മ കൊടുക്കാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. കൂടെ വരാൻ വേണ്ടി, കൂടെ പോകുന്നതിന് വേണ്ടി 1 ദ്രാക്മ കൊടുക്കാം. അത് കൊടുക്കാൻ വന്നപ്പോൾ ഇങ്ങനെ തോബിത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ്. 1 ദ്രാക്മ പോണ്ട, ഈ കിട്ടിയ പണത്തിന് പകുതി അതെന്തോ ഒരു നല്ല മനുഷ്യൻ പകുതി കൊടുത്തേക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് റഫായേലിൻ്റെ ഉപദേശം. അതാണ് ഇന്ന് നിങ്ങൾ കേട്ടത്. അതെ, നിങ്ങൾ നന്മ ചെയ്തപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നീ ആ ഭക്ഷണമേശയിൽ എഴുന്നേറ്റ് ആ മൃതശരീരം സംസ്കാരം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഈ മകൾ സാറ എന്ന് പറഞ്ഞ പെണ്ണ് കല്യാണം കഴിച്ച രാത്രിയിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവസാനം അദ്ദേഹം സ്വയം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന 7 മുഖ്യദൂതന്മാരിൽ ഒരാളാണ് റഫായേലാണ്. റഫായേൽ എന്ന് പറഞ്ഞാൽ പേരിൻ്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു എന്ന. നമ്മുടെ മേജർ ആശുപത്രി പേരാ. ഒരു പക്ഷേ സഭയിൽ വല്ല മുറിവുണ്ടെങ്കിൽ സുഖപ്പെടുത്താൻ വേണ്ടി അങ്ങനെ വിളിച്ചിരിക്കുന്നതായിരിക്കും. സുഖപ്പെടുത്തട്ടെ. അതാണ് 2ാമത്തെ വായനയിൽ നാം പഠിക്കേണ്ട പാഠം എന്താണ്? എത്ര മനോഹരമായിട്ട് അത് ആവിഷ്കരിച്ചിരിക്കുന്നു. എന്നിട്ട് ഇന്ന് നൽകിയ ഉപദേശം എന്താ? നീ നന്മ ചെയ്യണം, തിന്മ ചെയ്തരുത്. എന്നിട്ട് വളരെ ഒരുപാട് കാര്യങ്ങൾ എടുത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ട് കാണാം, അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കുക. അടുത്ത വായനയിലേക്ക് വരുമ്പോൾ എന്താ പറഞ്ഞത്? പൗലോസ്ലിഹ എടുത്ത് പറയുക. പൗലോസ്ലിഹ മനോഹരമായിട്ട് ഈ സഭയിൽ ഈ സ്തോത്ര കാഴ്ച തുടങ്ങിയ ആള് പൗലോസ്ലിഹ. ഞായറാഴ്ച കളക്ഷൻ ഇല്ലേ, അത് അങ്ങേര് തുടങ്ങിയ പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് അച്ഛന്മാരാരും തുടങ്ങിയതല്ല. അതുകൊണ്ടാണ് കൊറിന്തോസുകാരുടെ ലേഖനത്തിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ്, ഞാൻ വരുമ്പോൾ പിരിവൊന്നും എടുക്കാതിരിക്കാൻ നിങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി തുക നേരത്തെ തന്നെ കരുതി വെച്ചോണം. ഒന്നുകിൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങൾ നിയോഗിക്കുന്ന ആളോ അത് കൊണ്ടുപോയിക്കൊള്ളാം. ആർക്ക് വേണ്ടിയാണ്? ജെറൂസലേമിലെ സഭ ദരിദ്രമാണ്, കൊറിന്തോസിലെ സഭ സമ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ട് സമ്പന്നമായ സഭയിൽ നിന്ന് കളക്ട് ചെയ്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് പണിയായി. ഇതാണ് സഭയുടെ ജീവകാരുണ്യ പ്രവർത്തന ആരംഭം എന്ന് പറയുന്ന സംഗതി. നമ്മൾ വാസ്തവത്തിൽ കുടമാൾക്കാർ കളക്ട് ചെയ്ത് പാവങ്ങൾക്ക് കൊടുക്കേണ്ടതാണ്. അതിന് മാത്രം പണം നമുക്കില്ലാത്തതുകൊണ്ടാണ്. എങ്കിലും പല പള്ളികളിലും അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഇവിടെ വന്ന് നമ്മൾ കളക്ഷൻ കൊടുക്കാറുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കാറുമുണ്ടല്ലോ. അവരെന്തെങ്കിലും കാണിച്ചുകൊണ്ട് വരും. ഒന്നുമില്ല അച്ചാറോ എന്തെങ്കിലും കാണിച്ചുകൊണ്ട് പള്ളി പണിയാനൊക്കെ നമ്മൾ കൊടുത്ത സഹായമൊക്കെ ഫലപ്രദമാക്കിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ഹൃദയത്തിൻ്റെ വിശാലതയോടെ സഹകരിക്കണം എന്നാണ് പൗലോസ് പഠിപ്പിക്കുക. എന്നാൽ അദ്ദേഹം പറയുന്നു, എനിക്കിതിനകത്ത് പ്രത്യേകിച്ച് എൻ്റെ കാര്യം, നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് എങ്ങനെയാണെന്നറിയാമോ എന്ന് ചോദിച്ചു പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് ദിവ്യ രഹസ്യങ്ങളെ ശുശ്രൂഷകരും
ദൈവഭവനത്തിലെ കാവൽക്കാരുമായിട്ടാവണം. അത് പഠിക്കേണ്ട ഒരു പാഠമാണ്. നിങ്ങൾ അച്ഛന്മാരെ കാണുന്നത് എന്നാ കണ്ടുകൊണ്ടാണ്? അച്ഛനുള്ള വിദ്യാഭ്യാസമോ അച്ഛനുള്ള ഡിഗ്രിയോ അച്ഛനുള്ള സാമ്പത്തിക ശക്തിയോ അച്ഛനുള്ള സാമൂഹിക ബന്ധങ്ങളോ ഒന്നും അതിനകത്ത് ഒരു കാര്യവുമില്ല. അച്ഛൻ ഇരുന്ന സ്ഥലങ്ങളോ അത് ചേർന്നു പോയ സ്വാധീനങ്ങളോ ഒന്നും ഒരു കാര്യവുമില്ല. നിങ്ങൾ ഞങ്ങളെ കാണേണ്ടത് ദിവ്യ രഹസ്യങ്ങളെ ശുശ്രൂഷകരായിട്ടാണ്. മഹനീയമായ ശുശ്രൂഷ, അതിലേക്ക് കടന്നു വരാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് വൈദികരും. എത്ര പേര് മൈനസെമിനാരി ചേർന്നിട്ടാ ഇപ്രാവശ്യം? 17 പേര് അച്ഛന്മാരായി. അവരെത്ര പേര് തുടങ്ങിയതാ? 35 പേര് തുടങ്ങിയതാ, 17 പേര്. അപ്പൊ എല്ലാവരെയും ഒന്നും സെലക്ട് ചെയ്തില്ല, തമ്പുരാൻ ഇഷ്ടപ്പെട്ടവരെ സെലക്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ദൗത്യം എന്താ? നിങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ രക്ഷയുടെ രഹസ്യങ്ങൾ പങ്കുവെച്ചു തരാൻ കർത്താവിന് ഇഷ്ടപ്പെട്ടവരെ വിളിച്ചതാണ് വൈദികർ എന്ന് പറയുന്നത്. പലപ്പോഴും ആത്മാഭിമാനത്തിന് ഇടിവ് തട്ടിയിട്ടുണ്ട് പല വൈദികരും. ഞാൻ പറയാറുണ്ട്, ഇതൊന്നും പേടിക്കാൻ ഇതൊന്നും ഒരു ചുക്കുമില്ല. കാരണം നമ്മളെ ഉള്ളിലിരിക്കുന്ന ആരാ? വിജയസുലാനതിനായ ഈശോയാ. ഈശോ ഉള്ളിലിരിപ്പുണ്ടെങ്കിൽ നമ്മൾ ആരെ പേടിക്കണ്ടേ? റോമാക്കാർക്കെതിരെ ലേഖനത്തിന്റെ 8-ാം അധ്യായം 31-ാം വാക്യം എന്നാ പറയുന്നത്? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ധീരമായി ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വൈദികന്റെ രണ്ടാമത്തെ കാര്യമോട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? അതായത് ദൈവഭവനത്തിന്റെ കാവൽക്കാരാണ് നിങ്ങൾ. നിങ്ങൾ എന്നെ കാണേണ്ടത് ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷകരും ദൈവഭവനത്തിന്റെ കാവൽക്കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുന്നില്ലേ? അച്ഛന്മാർ കുർബാന ചൊല്ലിച്ച് ഇവിടെ വെറുതെ ഇരിക്കുകയാണോ? അല്ലല്ലോ. പൂജാരി എന്ന നിലയിൽ പൂജ നിർവഹിച്ചിരിക്കുകയല്ലോ. എന്തുമാത്രം കഷ്ടപ്പാടാണ് നമ്മൾ കൊച്ചന്മാരെ രാവിലെ തൊട്ട് ഇറങ്ങുക ഭവനം സന്ദർശിക്കാൻ വേണ്ടി. ഒരെണ്ണം ഇന്നലെ സന്ദർശിച്ച് വന്ന ആപ്പാടെ ഞാൻ പിന്നെ ആശുപത്രിയിൽ പറഞ്ഞു, മിടുക്കനായി പോയോ കുർബാനയല്ല. അപ്പോൾ അത് ഈ വെയിലെല്ലാം അടിച്ച് കട്ടപ്പെടുന്നതേ എന്ത് കാര്യമൊന്നും മനസ്സിലാക്കുന്നതിലൊക്കെ ഇത് ആരും മിടുക്കന്മാർ അച്ഛന്മാരാന്ന് ഓർക്കണം. നല്ല സുന്ദരന്മാരാ അച്ഛന്മാരാ. ഇവരെ കണ്ടാലും കുഴപ്പമിരിക്കുന്ന പെണ്ണ് കിട്ടുകയില്ല. കിട്ടുമായിരുന്നല്ലോ, വിദ്യാഭ്യാസം ഇല്ലേ? അതുകൊണ്ടല്ലോ ആത്മാവിന്റെ വിളിയാണത്. ആ വിളി എന്തിനു വേണ്ടിയിട്ടാണ്? ജനത്തിന്റെ ദൈവഭവനം എന്ന് പറയുന്നത് എന്താ? കർത്താവിന്റെ ജനമാണ് ദൈവഭവനം. അതുകൊണ്ട് അവർക്ക് ആശ്വാസം കൊടുക്കാൻ, ധൈര്യം കൊടുക്കാൻ, ശക്തി കൊടുക്കാൻ, ഉണർവ് കൊടുക്കാൻ, തകർച്ചയിൽ പിടിച്ച് ഉയർത്താൻ ഇതിനാണ് ദൈവം വൈദികനെ നിയോഗിച്ചിരിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ കാണും, ചിലപ്പോൾ ചില ആളുകളൊക്കെ 8 നിലയെ പൊട്ടി തകർന്നു പോയി ആകെപ്പാടെ വല്ലാണ്ടായി വീട്ടിൽ ചുരുണ്ടുകൂടിയിരിക്കുക. അവൻ ആരായിരുന്നു? അയ്യോ പണ്ട് വലിയ പണക്കാരനും വെക്കാനും ഉണ്ടാകും. നിങ്ങൾക്കത് പറയാം, ഒരു വൈദികനത് പറയാൻ പറ്റില്ല. ഒരു വൈദികന് അവൻ ഇപ്പോൾ എന്തായിരിക്കുന്നോ അതേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവന് ദൈവത്തിന്റെ കരുണ കൊടുക്കേണ്ടതുണ്ട്, ഇപ്പോൾ അവന് പ്രോത്സാഹനം കൊടുക്കേണ്ടതുണ്ട്, ഇപ്പോൾ അവന് സാമ്പത്തിക സഹായം നൽകേണ്ടതുണ്ട്. അവൻ പണ്ട് എന്തായിരുന്നു ആയിക്കൊള്ളട്ടെ, പക്ഷെ ഇപ്പോൾ അവൻ എന്താണോ അവിടെയാണ് അവനെ ഉണർത്തിയെടുക്കേണ്ടത്. അവൻ ആരുമില്ല എന്ന് വിചാരിക്കുന്നത് ഉന്നത നിന്റെ കൂടെ ഞങ്ങൾ നിന്റെ സഭയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന പൗരോഹിത്യ ശുശ്രൂഷയാണ് സഭയുടെ. നിങ്ങൾ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്? എത്രയോ ആളുകളാണ് വന്നുകൊണ്ട് പോകുന്നത്. ആത്മാഭിമാനത്തോടു കൂടി സഭയിലെ വൈദികരെ അഭിഷിക്തരെ കാണാൻ നമുക്ക് കഴിയും. ഇതിൻ്റെ സമാപനത്തിലാണ് അപ്പസ്തോലൻ പറഞ്ഞ് പഠിപ്പിച്ച സമാപനത്തിലാണ് ഈശോ നേരിട്ട് മലയിലെ പ്രസംഗം കഴിഞ്ഞ ഭാഗമാണ്. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായം മലയിലെ പ്രസംഗം കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് നോക്കണം. പിന്നെ ബാക്കി പ്രാക്ടിക്കലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളിന്ന് കേട്ടു. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ ധർമ്മം കൊടുക്കുമ്പോൾ നിങ്ങൾ പെരുമ്പറ മുഴക്കരുത്. പണ്ട് പരിസരായ ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ ഊണ് കൊടുക്കുകയില്ല. ചില സമ്പന്നമായ കുടുംബങ്ങളിൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഉച്ചയൂണ് കൊടുക്കും, 10 മണി വരുന്ന ഊണ് കിട്ടും. അങ്ങനെ കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അങ്ങനെ ഊണ് കൊടുക്കുന്നത് നല്ല കാര്യം. പക്ഷേ അത് കണ്ട് പട്ടണത്തിലോട്ട് ഇറങ്ങി പെരുമ്പറ മുറക്കി ഞങ്ങളവിടെ ഊണ് കൊടുക്കുന്നതെന്ന് പറയരുതെന്നായി പറഞ്ഞു. അതായത് അങ്ങനെ പെരുമ്പറ മുഴക്കി കൊടുക്കേണ്ട, മനുഷ്യൻ്റെ പ്രശംസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്യുന്നത്. കർത്താവ് ഈശോയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ദൈവത്തെ സ്വർഗസ്നായ പിതാവിനെ പ്രീതിപ്പെടുത്താൻ. അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ പോലെ തുടങ്ങിയ രാഷ്ട്രീയക്കാർ കണ്ടിട്ടില്ലേ? ആകപ്പാട് 5 ലക്ഷം രൂപയാണ് ചിലവഴിച്ച് ഏതെങ്കിലും ഒരു പാലത്തിൻ്റെ മൂലയ്ക്ക് എന്തെങ്കിലും ചൊറിഞ്ഞു വെക്കാനായിരിക്കും. എന്നാലും ഭയങ്കര ഫ്ലക്സ് ആ നാട് മുഴുവൻ. അയ്യോ ഭയങ്കര അഭിനന്ദനങ്ങൾ. എന്നാ ചിലവാക്കിയിരിക്കുന്നത്? 5 ലക്ഷം രൂപ. ഇവൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അല്ലല്ലോ, ഇത് നികുതി പണമല്ലേ. എൻ്റെ ഈ പ്രിയപ്പെട്ട നേതാക്കന്മാർ, നിങ്ങളിങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളോട് വെറുപ്പല്ലാതെ സ്നേഹം ഉണ്ടാവില്ല. നിങ്ങളെ പട ഇങ്ങനെ ഞെളിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ നിങ്ങളെ സ്നേഹിക്കുമെന്ന് വിചാരിക്കരുത്. ജനം പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിനാണ്, അല്ല നിങ്ങളുടെ പ്രചരണത്തിന്. വരുമല്ലോ, തെരഞ്ഞെടുപ്പ് വരാൻ പോലെ ഞാൻ നോക്കപ്പെടെല്ലാം ഫ്ലക്സുകൾ നിറയും. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ ഇടപാടില്ല കേട്ടോ. ജർമ്മനിയിൽ ഇലക്ഷൻ ടൈമിലൊക്കെ ഞാൻ താമസിച്ചു, ഒട്ടും ഫ്ലക്സും ഞാൻ കണ്ടില്ല അവിടെയും. അവരെന്ത് ചെയ്യുന്നു? അവരുടെ പ്രാപ്തിയും വ്യക്തിത്വമാണ് പ്രധാനപ്പെട്ടത്. നന്മ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ? ജനം വോട്ട് ചെയ്യും.
അതോ നിങ്ങൾ കിട്ടിയ MLA സ്ഥാനം കൊണ്ട് ചുമ്മാ തകമായിട്ട് ശവടക്കാൻ പോയി ആളെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നോ? വോട്ട് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഫ്ലക്സ് വെച്ചിട്ടൊന്നും ആരെയും പ്രീതിപ്പെടുത്താമെന്ന് വിചാരിക്കും. ഇത് തന്നെയാണ് കർത്താവ് എന്ന് പറഞ്ഞത്. നിങ്ങൾ മനുഷ്യരെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ ഈ നന്മയൊന്നും ചെയ്യേണ്ട. ഫരിസേയ വിഭാഗം എന്ന് പറയുന്ന പ്രത്യേക വിഭാഗമാണ്. അതായത് ഫാരസി എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നല്ലതാണ്, സെപ്പറേറ്റ് ബ്രദർ എന്നാണ്. ദൈവത്തിനു വേണ്ടി ഒരു വിഭാഗം സെപ്പറേറ്റഡ് ആയിട്ട് നിന്നിട്ട് അത് ആരംഭത്തിൽ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷെ അവർ മൂവ്മെൻറ്റ് കുറേ കാലം കഴിഞ്ഞപ്പോൾ മൂവ്മെൻറ്റ് ചെതുക്കിച്ച് അധികാരമുള്ള വർഗമായിട്ട് മാറി. അപ്പോഴാണ് അവർ കാപട്യം കടന്നു വന്ന് കർത്താവ് കടന്നു വന്ന കാലഘട്ടങ്ങളിൽ കപടനാട്യക്കാരായ പരിസേയരെ നിങ്ങൾക്ക് ദുരിതം എന്ന് ഈശോ പറഞ്ഞത് കൊണ്ടാണ് ഫാരസി എന്ന് പറഞ്ഞാൽ മോശം പദമാണ് നമ്മൾ തോന്നിയത്. മോശം പദമല്ല, അത് സെപ്പറേറ്റഡ് ബ്രദർ എന്നുള്ള അർത്ഥത്തില്ല. ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ദാനധർമ്മം ചെയ്യുമ്പം കാണിക്കാൻ വേണ്ടി പറയരുത്, ചെയ്യരുത് എന്നുള്ളതാണ്. അങ്ങനെ ആളുകളുണ്ട് നമ്മുടെ ഇടയിൽ ധാരാളം. എന്ന് വിചാരിച്ച് മനുഷ്യൻ അറിഞ്ഞതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതിന് വേണ്ടി മാത്രം ചെയ്തതെന്നാണ് ഈശോ പറഞ്ഞിരിക്കും. രണ്ടാമത്തെ കാര്യം പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ടേ? നിങ്ങളുടെ മുറിയിൽ കറകടച്ച സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുവിൻ. അല്ലാതെ നിങ്ങൾ ഈ പരിസേയരെ പോലെ തെരുവീഥികളിൽ പോയി ഇരുന്ന് ചെണ്ട കൊട്ടിക്കൊണ്ട് മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥനയ്ക്ക് പോകരുത്. എന്തുകൊണ്ടാണ് കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം മുറിക്കകത്ത് പോയി ഇരിക്കണമെന്നല്ല. കർത്താവ് ഉദ്ദേശിച്ചത് നിന്റെ ഏകാഗ്രതയിൽ പിതാവിനോട് പ്രാർത്ഥിക്കുവേൻ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യർ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഈശോ മലയിലേക്ക് മാറി പ്രാർത്ഥിക്കാൻ പോയി എന്ന് പറഞ്ഞിരിക്കും. മുറിക്കാത്തോടല്ല പോയത്, തൻ്റെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോയി ഏകാഗ്രതയിൽ പിതാവുള്ള ശക്തി സംഭരിക്കാൻ അങ്ങനെ പ്രാർത്ഥിക്കാനാ പറഞ്ഞ. മനുഷ്യരെ കാണിക്കാൻ വേണ്ടി ശബ്ദം ഉണ്ടാക്കിയ പ്രാർത്ഥന കേൾക്കുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടെന്ന് കർത്താവിനെ പറയാം. ബഹളം ഉണ്ടാക്കാം, നിങ്ങൾ അധിഭാഷണം ചെയ്യരുത്. കാരണം നിങ്ങളുടെ ഹൃദയം പിതാവ് അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ പിതാവിനോട് മക്കളെന്ന നിലയിൽ സംഭാഷിക്കുക. പലപ്പോൾ അതുകൊണ്ട് കരിസ്മാറ്റിക്കാരെ കുറ്റം പറയണം, അവരെ കുറ്റം പറയേണ്ട കേട്ടോ, അതല്ല ഉദ്ദേശിച്ചേ. അത് ഹല്ലേലൂയ അവർ ഉറക്കെ പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഒന്നിച്ച് സ്തോത്രം ആലപിക്കാൻ നല്ലത് തന്നെയാണ്. കർത്താവ് സമൂഹ പ്രാർത്ഥനയെ തള്ളിക്കളഞ്ഞിട്ടില്ല. കർത്താവ് ഈ ഒരു കാര്യം അടിസ്ഥാന ഉദ്ദേശ ശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കുക പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവ് പഠിപ്പിച്ചു കൊടുത്തു. അതെന്ത് പ്രാർത്ഥനയാണ്? അത് സമൂഹ പ്രാർത്ഥനയാണ്. അത് തനിച്ച് പ്രാർത്ഥിക്കുന്നതല്ല. ഈശോ എപ്പോഴും പിതാവിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പിതാവ് എന്നാണ് പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാണ് എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. എൻ്റെ പിതാവിനെ മനുഷ്യൻ്റെ മുമ്പിൽ അംഗീകരിച്ചാൽ ഞാനും നിങ്ങളെ പിതാവിൻ്റെ മുമ്പിൽ അംഗീകരിക്കും. എൻ്റെ പിതാവിനെ നിങ്ങൾ തള്ളി പറഞ്ഞാൽ ഞാനും പിതാവിൻ്റെ പക്കൽ ഞാൻ. അങ്ങനെ ഈശോ ഒരുപാട് സ്ഥലത്ത് എൻ്റെ പിതാവെന്ന് പറയും. എന്താ യുണീക്ക് റിലേഷനാണ്, ദൈവത്തിൻ്റെ ഏകജാതന. അതേസമയം നമ്മോട് പറയുമ്പോൾ നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ പിതാവിന് ചോദിക്കുവാൻ. നിങ്ങളുടെ പിതാവിന് അറിയാം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്താണെന്ന്. അതുകൊണ്ട് നിങ്ങൾ അതിഭാഷണം നടത്തിയതുകൊണ്ടല്ല പിതാവ് കേൾക്കുന്നത്. നിങ്ങളെ ആവശ്യം എന്തെന്ന് നിങ്ങൾ അറിയുന്നതിന് തന്നെ പിതാവ് അറിയുന്നു. ഇത്രയും കാര്യങ്ങൾ വാസ്തവത്തിൽ ഇന്ന് സുവിശേഷത്തിൽ കടന്നു വന്നത്. നമുക്ക് ഇത് സംയോജിപ്പിച്ചുകൊണ്ട് ബലിയുടെ അർപ്പണഭാഗത്തേക്ക് പറയാം. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓരോ ഞായറാഴ്ചയും വരുമ്പോൾ ഇതൊക്കെ മനസ്സിൽ പതിയണം. ഇത് ദൈവത്തിൻ്റെ സഭ നൽകുന്ന വചനം. അത് വിത്തായിട്ട് വിതയ്ക്കപ്പെട്ട് അത് ജീവിതത്തിൽ കിളിർത്ത് അത് ഫലം പുറപ്പെടുവിച്ച് സന്തോഷമായിട്ട് തീരണം ജീവിതം. തമ്പുരാൻ സൃഷ്ടിച്ചിരിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന കർത്താവ് ആദ്യത്തെ വായനയിലൂടെ നിങ്ങൾ പാവങ്ങളെ പരിഗണിക്കണം, ദരിദ്രരെ സംരക്ഷിക്കണം. 7-ാം വർഷം ഇങ്ങനെ സാപത്ത് വരുന്നതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കാതിരിക്കരുത്. 6 വർഷം നിങ്ങൾ കൂടെ ഒരുത്തൻ അടിമയായിട്ടുണ്ടെങ്കിൽ 7-ാം വർഷം അവനെ ഫ്രീ ആയി അവന് സ്വാതന്ത്ര്യം കൊടുക്കണം. നിങ്ങൾ അവനെ സംരക്ഷിക്കണം. അത് കർത്താവ് നമ്മോട് പറയുന്ന കാര്യങ്ങൾ. അന്ന് ഈശോയ്ക്ക് മുമ്പ് ഉണ്ടായത് 1500 വർഷങ്ങൾക്ക് മുമ്പായി പറഞ്ഞത്. ഈശോയ്ക്ക് മുമ്പ് അമ്മ പറഞ്ഞ കാര്യം ഇന്നും പ്രസക്തമാണ്. നമ്മളുടെ പരിഗണന സഭ എന്നും അങ്ങനെ തന്നെ ആയിരുന്നു. സഭ എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു സംശയമൊന്നുമില്ല. സഭയുടെ മുഖം വികൃതമാക്കാൻ വേണ്ടി പൈശാചിൻ്റെ പ്രവർത്തികൾ കൊണ്ടാണ് ഇങ്ങനെ സമൂഹത്തിൽ സഭയെ തള്ളിപ്പറഞ്ഞത്. സഭ എന്നും അങ്ങനെ തന്നെയല്ലേ? സഭയിലുള്ള സന്യാസ സ്ഥാപനങ്ങൾ, സഭയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, സഭ എന്തുമാത്രം ആർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും? ഇതുപോലെ മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ച്ഡ് ആയിട്ടുള്ള പാവങ്ങളെയും കൊണ്ട് കത്തോലിക്ക സന്യാസിനികൾക്കല്ലാതെ ആർക്ക് ഈ കേരളത്തിൽ കൊണ്ടു നടക്കാൻ പറ്റും? ധൈര്യപൂർവ്വം ഞാൻ പറയുക,
ഞാനിത് നടത്തിയിട്ടുള്ളത് കൊണ്ട് കൂടിയാ പറയുന്നു. 20,000 മെന്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചിലായിട്ടുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് തിരുവനന്തപുരം പട്ടണത്തിൽ നടുവിൽ 3 ദിവസത്തെ കലാപരിപാടികൾ അവരുടെ മത്സരങ്ങൾ നടത്തിയപ്പോൾ 99% കൊണ്ടുവന്നത് കത്തോലിക്ക സഭ സന്യാസിനികളാണ്. ആർക്ക് പറ്റിയത് ചെയ്യാനായിട്ട്? എങ്ങനെ പറ്റും? ഒരിക്കൽ ഞാൻ നടക്കാൻ അവരെ സമ്മതിക്കാൻ ചെന്നപ്പോൾ ഒരു സിസ്റ്റർ ഇങ്ങനെ കൊച്ചിനെ ഒന്നുകൊണ്ട് വരിക, കൈ ഇങ്ങനെ അടക്കി പിടിച്ച്, എൻ്റെ അച്ഛൻ അങ്ങ് മാറിക്കോ, അച്ഛൻ മാറിക്കോ. എന്നാ കുഞ്ഞെ, എന്നാ സിസ്റ്റർ, എന്നാ എനിക്ക് അറിയാവുന്നതല്ല. അയ്യോ മാറിക്കോ. എന്നാന്നറിയാമോ? ഈ കൊച്ചിനെ ഉടുക്കപ്പോൾ ഇടിപ്പിച്ച് ഇട്ടും കണ്ട് അങ്ങ് വിട്ടേ ഉള്ളപ്പോൾ അതിനകത്ത് അത് മലമൂത്ര വിസർജനം നടത്തി. അത് കൈക്കകത്ത് കോരി കൈ പിടിച്ചുകൊണ്ടാണ് ഈ കൊച്ചിനെ കൊണ്ട് ടോയ്ലറ്റിലേക്ക് പോകുന്നത്. ആർക്കെങ്ങനെ ചെയ്യാൻ സാധിക്കും? കർത്താവിന്റെ മുഖം ഈ പാവപ്പെട്ടവരുടെ മുമ്പിൽ അവരുടെ മുഖത്ത് കാണുന്നത് കൊണ്ടാണ് കത്തോലിക്ക സഭയിലെ സന്യാസിനികള് ജീവിതകാല പ്രവർത്തനം ഇതുപോലെ ചെയ്യാൻ പറ്റുന്നത്. ഇത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല. ആർക്ക് ചെയ്യാൻ പറ്റും ഇതുപോലെ? കൃത്യമായിട്ട് നമുക്ക് ചോദ്യം ചോദിക്കാവുന്നൊരു കാര്യമായി. എന്നിട്ടാണോ ഈ സഭയെ തകർക്കാനായിട്ട് പിശാച് ഒരുമ്പെടുന്നത്? എൻ്റെ പിശാച്, നീ വിജയിക്കില്ല, നീ തോറ്റു, നീ പരാജിതനാ. ഇത് കർത്താവിൻ്റെ സഭയാ. നീ എന്നാ കാണിച്ചാലും ശരി, സംഘടിതമായി വന്ന 53 അല്ല, നീ 153 പേര് വണ്ടിയും കൊണ്ട് വന്നാലും ഇതിനെ തകർക്കാനൊന്നും പറ്റില്ല. നീ ഒരു വൈദ്യനെ ഇടിച്ച് നാല് കിട്ടുന്നതുകൊണ്ട് കത്തോലിക്ക വൈദ്യം ഉണരുമെന്നുള്ളതായ ഇപ്പം കൊച്ചുമാർക്ക് വന്നാലും ഉണർവായി, സന്തോഷമായി. കാരണം അവർക്ക് സാക്ഷ്യം വഹിക്കാനുള്ള കരുത്തായി ദൈവം തമ്പുരാൻ തരുന്ന വലിയ കൃപയാണ്.